നമസ്കാരം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മൂലം നക്ഷത്രജാതർക്ക് ഓഗസ്റ്റ് മാസം സഹോദര സ്ഥാനത്ത് ഉച്ചനായി നിൽക്കുന്ന വ്യാഴം 4-ലെത്തുന്നതോടുകൂടി കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. ധനക്ലേശം മാറുന്നതാണ്. എങ്കിലും സന്താനഭാവത്തിലെ രാഹുവിനെയും ലാഭ ഐശ്വര്യസ്ഥാനത്തെ കേതുവിനെയും കളത്രസ്ഥാനത്തെ ശനിയെയും പ്രീതിപ്പെടുത്തേണ്ടതുമാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമതകളൊക്കെ വരാവുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ തൊട്ടടുത്ത് വന്നിട്ട് കൈവിട്ടു പോകുന്നതായി കണ്ടാൽ കേതുപ്രീതി വരുത്തേണ്ടതുമാണ്. ഉദ്യോഗത്തിലും കർമ്മസ്ഥാനത്തും ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കാതിരിക്കുവാൻ ജാഗ്രത വേണ്ടതുമാണ്. ജാമ്യം, മധ്യസ്ഥത, അന്യരുടെ കാര്യങ്ങളിൽ അധിക താൽപ്പര്യം ഇവയൊന്നും വേണ്ട. വീടുപണി തുടങ്ങാവുന്നതാണ്. ദാമ്പത്യ കലഹം വരാതെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നാൽ ഹനുമത് പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. അന്യദേശ യാത്രകൾ, തീർത്ഥാടനം ഇവയൊക്കെ ഗുണപ്രദമായ കാര്യങ്ങളാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. വിവാഹത്തിന് ഈ മാസം തടസ്സങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ്. കലാകാരന്മാർ അവസരങ്ങൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. മാതാവിനുണ്ടായിരുന്ന മാനസിക ക്ലേശങ്ങളും രോഗദുരിതങ്ങളുമൊക്കെ മാറിക്കിട്ടുന്നതുമാണ്. രോഗികളായിരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ദോഷശാന്തിക്കായി ഈ നക്ഷത്രജാതർ ഈ മാസം ഗണപതി ഹോമം നടത്തുകയും ദേവീക്ഷേത്രത്തിൽ വിളക്ക്, മാല, പായസം എന്നിവ നടത്തുകയും ചെയ്യേണ്ടതാണ്. പൂരാടം നക്ഷത്രജാതർക്ക് ഓഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും. ഗവൺമെൻറ് അംഗീകാരങ്ങളൊക്കെ എളുപ്പത്തിൽ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. കർമ്മസ്ഥാനത്ത് ചില ബുദ്ധിമുട്ടുകൾക്കുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ബിസിനസ് സംബന്ധമായിട്ട് നൂതന ആശയങ്ങൾ രൂപപ്പെടുത്തി പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾക്കൊക്കെ വിഘ്നങ്ങൾ നേരിടാവുന്നതാണ്. ഭാര്യ, ബന്ധുക്കൾ ഇവരിൽ നിന്നൊക്കെ വിഷമതകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളും വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണ്. ഗൃഹനിർമ്മാണ കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചത്ര വേഗതയുണ്ടാകുവാനുള്ള സാധ്യതയില്ല. ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും. പഠിപ്പിൽ അവർ മികവ് പുലർത്തുന്നതാണ്. അവർക്ക് പ്രോത്സാഹജനകമായ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. പുണ്യസ്ഥല സന്ദർശനങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ഇഷ്ടദേവാലയ ദർശനവും സാധ്യമാകുന്നതാണ്. തീർത്ഥയാത്രകൾക്കും ദൈവിക കാര്യങ്ങൾക്കും വേണ്ടി പണവും സമയവും ചെലവഴിക്കേണ്ട സാഹചര്യം വന്നു ചേരുന്നതുമാണ്. കലാപരമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഓഗസ്റ്റ് മാസം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ പ്രയാസമായിരിക്കും. സാഹിത്യകാരന്മാർക്കും അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല.
ഭക്ഷണത്തിൽ നിന്നും ആപത്ത് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണിവർ. സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ആഭരണ വ്യാപാരം, വസ്ത്രവ്യാപാരം ഇവയിൽ നിന്നൊക്കെ ലാഭം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. വിദേശവാസികൾക്ക് അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല. കാര്യതടസ്സങ്ങൾ ഉണ്ടാകാവുന്നതാണ്. പ്രയാസങ്ങളെ തരണം ചെയ്യുവാൻ വളരെ പ്രയത്നിക്കേണ്ട സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ട് അത്ര നല്ല സമയമായിരിക്കില്ല. വാതരോഗവും പാരമ്പര്യ രോഗങ്ങളും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്കും ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും. കർമ്മരംഗത്ത് നേരിയ പുരോഗതി ഉണ്ടാകാവുന്നതാണ്. എന്നാൽ സാമ്പത്തിക രംഗത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാവുന്നതാണ്. ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും വാതരോഗവും പിടിപെടാവുന്നതാണ്. ഇപ്പോൾ കേതു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും എല്ലാ ബുധനാഴ്ച ദിവസവും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ്. പൂരാടം നക്ഷത്രജാതർ ഓഗസ്റ്റ് മാസം ദോഷശാന്തിക്കായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവ നടത്തുകയും ലക്ഷ്മി നാരായണ സ്വാമി ക്ഷേത്രത്തിൽ പായസം, പുഷ്പാഞ്ജലി എന്നിവ നടത്തുകയും എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് അർച്ചന കഴിപ്പിക്കുകയും നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.